പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നിലവിൽ നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഈ തിരിച്ചടിക്ക് നൽകിയിരിക്കുന്ന പേരും. പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയിൽ കൊടും ഭീകരൻ മസൂദ് അസ്ഹറിന്റെ വീടും തകർത്തതായ തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി. പാകിസ്ഥാനിലെ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്ത് നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലായിരുന്നു മസൂദ് അസ്ഹറിന്റെ വീട് പ്രധാനമായിട്ടും തകർന്നത്. ഇന്ത്യൻ സേനകളുടെ ആക്രമണത്തിൽ മസൂദ് അസ്ഹറിന്റെ മൂത്ത സഹോദരി ഉൾപ്പെടെയുള്ള 14 കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായ തരത്തിൽ വിവിധ പാക് മാധ്യമങ്ങളും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവരും വെളിപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല 10 പേർ മസൂദിന്റെ കുടുംബത്തിൽ ഉൾപ്പെടുന്നവരാണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലാണ് കൂടുതൽ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവർ ഇത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതേസമയം തന്നെ മസൂദ് അസ്ഹർ എവിടെയാണെന്നതിൽ ഇതുവരെയും വിവരങ്ങളില്ലെന്ന് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇത് സംബന്ധിച്ചുകൊണ്ട് ഔദ്യോഗിക വിവരങ്ങളോ മറ്റ് പ്രതികരണങ്ങളോ നിലവിൽ ലഭ്യവുമല്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ആക്രമണം പ്രധാനമായിട്ടും നടത്തിയതും. മെയ് 7-ാം തീയതി പുലർച്ചെയാണ് വ്യോമകര നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ നടന്നതും. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പ്രധാനമായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയവരുടെ പ്രധാന താവളങ്ങളെല്ലാം ഇന്ത്യൻ ആക്രമണത്തിൽ തകർത്തതായിട്ടും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ സംയുക്ത ഓപ്പറേഷനിൽ 70 പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ വൻ തിരിച്ചടി. കൂടാതെ 32 പേരായിരുന്നു ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് പാക് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യ കൂടുതലും ആക്രമണങ്ങൾ നടത്തിയത്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ നേതാക്കളായ അബ്ദുൾ മാലിക്, മുദാസിൻ എന്നിവരും ഉൾപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അന്വേഷിക്കുന്ന കൊടും ഭീകരർ കൂടിയാണ് അബ്ദുൾ മാലിക്കും മുസാദിറും എന്നിവർ. ലഷ്കർ കേന്ദ്രമായ പാകിസ്ഥാനിലെ മുരിഡ്കയിലെ മാർക്കസ് തോയ്ബയ്ക്ക് നേരെ നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ്. 24 മിസൈലുകൾ പ്രയോഗിക്കാൻ ഇന്ത്യക്ക് 25 മിനിറ്റ് മാത്രമായിരുന്നു ആവശ്യമായിരുന്നത്. മെയ് 7-ന് പുലർച്ചെ 1:05 മുതൽ പുലർച്ചെ 1:30 വരെ നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ സംയുക്തമായിട്ടാണ് നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു ഈ തിരിച്ചടിക്ക് നൽകിയിട്ടുള്ള പേരും. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാം താഴ്വരയിൽ വീണ സ്ത്രീകളുടെ കണ്ണീരിന് സ്ത്രീകളിലൂടെ തന്നെയാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. പഹൽഗാമിന് തിരിച്ചടി നൽകിക്കൊണ്ട് പുലർച്ചെ ഇന്ത്യൻ സൈന്യം നടത്തിയ നടപടി വിശദീകരിക്കുവാൻ വന്നത് കേണൽ സോഫിയ ഖുറൈഷിയും അതുപോലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു. മാത്രമല്ല പോയി മോദിയോട് പറയൂ എന്ന് ഭീകരർ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം തങ്ങളോട് പറഞ്ഞു എന്ന് ഷിമോഗോ സ്വദേശിയായ പല്ലവി പ്രതികരിച്ചിരുന്നു. പല്ലവിയെ പോലെ ഭർത്താവ് നഷ്ടപ്പെട്ട വ്യക്തി കൂടിയാണ് ഹിമാൻഷി നാർവാളും. വിവാഹിതരായതിനു ശേഷം മധുവിധു പോലും കഴിയുന്നതിന് മുൻപാണ് ഭർത്താവ് ഭീകരരുടെ തോക്കിൻ മുലയിൽ മരിച്ചു വീണതും. ഏപ്രിൽ 22-ന് പഹൽഗാം താഴ്വരയിൽ വീണ സ്ത്രീകളുടെ കണ്ണീരിന് അവസാനം ഇന്ത്യ ശക്തമായ മറുപടി തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിവാഹിതരായ ആ സ്ത്രീകളുടെ സീമന്ത രേഖയിലെ സിന്ദൂരം മായ്ച്ച ആ ദൗത്യത്തിന് സൈന്യം നൽകിയ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത്. ഭർത്താവിനെ നഷ്ടപ്പെട്ട ആ സ്ത്രീകളുടെ കണ്ണീരിന് സൈന്യം നൽകിയ ആദരവ് കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരെന്നും പറയുവാൻ കഴിയും. വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രയും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ കൂടിയാണ് വ്യോമിക സിംഗ്. കുട്ടിക്കാലം മുതൽക്കേ തന്നെ സൈന്യത്തിലും വ്യോമസേനയിലും പ്രവർത്തിക്കാനുള്ള ആഗ്രഹം വലിയ രീതിയിൽ ഇവർക്ക് നിലനിന്നിരുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷമായിരുന്നു വ്യോമിക സേനയിൽ ചേർന്നിരുന്നത്. 2019 ഡിസംബറിലായിരുന്നു ഹെലികോപ്റ്റർ പൈലറ്റ് ആയിക്കൊണ്ടുള്ള പെർമനന്റ് കമ്മീഷൻ വ്യോമികയ്ക്ക് ലഭിച്ചത്. 2500 ഫ്ലൈയിങ് മണിക്കൂറുകളാണ് വ്യോമികയുടെ റെക്കോർഡിൽ നിലനിൽക്കുന്നതും. ചേതക്, ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറത്തിക്കൊണ്ടുള്ള അനുഭവ സമ്പത്തും നിലനിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളിലും വ്യോമിക തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. അരുണാചൽ പ്രദേശിൽ 2020 നടന്ന രക്ഷാപ്രവർത്തനത്തിൽ വ്യോമിക നിർണായക പങ്കാളി കൂടിയായിരുന്നു. ഓപ്പറേഷണൽ റോളിംഗ് പുറമെ ഉയർന്ന പ്രതിരോധ ശക്തി വേണ്ടുന്ന പല ദൗത്യങ്ങളിലും വ്യോമിക പങ്കാളിയായി ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സൈനിക പാരമ്പര്യമുള്ള വ്യക്തി കൂടിയാണ് കേണൽ സോഫിയ ഖുറൈഷി. മുത്തച്ഛന്റെ പാത പിന്തുടർന്നുകൊണ്ടായിരുന്നു സോഫിയ സൈന്യത്തിലേക്ക് എത്തിയതും. ഇന്ത്യൻ ആർമിയുടെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ഓഫീസറായ കേണൽ സോഫിയ ഖുറൈഷി നിരവധി നേട്ടങ്ങളുടെ സൈനിക ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം ശക്തമാക്കുകയും ചെയ്തു. 35 വയസ്സുള്ളപ്പോഴായിരുന്നു ആസിയാൻ പ്ലസ് മൾട്ടിനാഷണൽ ഫീൽഡ് ട്രെയിനിങ് എക്സർസൈസിൽ ഇന്ത്യൻ ട്രൂപ്പിനെ നയിക്കാനുള്ള ചുമതല സോഫിയയ്ക്ക് കൂടുതലും ലഭിച്ചിരുന്നത്. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ മിലിറ്ററി ഡ്രില്ല കൂടിയായിരുന്നു ഇത്. 18 കണ്ടിൻജന്റുകൾ പങ്കെടുത്ത ഡ്രില്ലിലെ ഏക വനിതാ ഓഫീസർ കൂടിയാണ് സോഫിയ ഖുറൈഷി. UN പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ 6 വർഷത്തെ സർവീസ് പരിചയം സോഫിയ ഖുറൈഷിക്ക് നിലനിൽക്കുന്നുണ്ട്.
ഇൻഫൻട്രി ബറ്റാലിയനിലെ ഓഫീസറെയാണ് സോഫിയ വിവാഹം ചെയ്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി വിശദീകരിക്കാൻ ഇരുവരെയും ചുമതലപ്പെടുത്തിയത് ഒരിക്കലും യാദൃച്ഛികമല്ല. അത് രാജ്യം ലോകത്തിന് നൽകുന്ന വലിയ പ്രതീകവും അതുപോലെ സന്ദേശവുമാണ്.